നമസ്കാരം. വ്യവസായിയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപകനുമായ CJ റോയ്ക്ക് വിട നൽകി ഉറ്റവരും സുഹൃത്തുക്കളും. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ബെന്നാർകട്ട റോഡ് കൽഖരയിലുള്ള നേച്ചേഴ്സ് ലക്ഷറി കാസ്ഗോഡ് റിസോർട്ടിലായിരുന്നു സംസ്കാരം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളണമെന്നതായിരുന്നു റോയിയുടെ ആഗ്രഹം. സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അദ്ദേഹത്തിന് അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയിരുന്നു. ബംഗളൂരു ബെന്നാർകട്ടയിലെ നേച്ചർ ലക്ഷറി കാസ്കേഡ് റിസോർട്ടിലെ പൊതുദർശനത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ ഇവിടെ പൊതുദർശനത്തിന് വെച്ചിരുന്നു. 2:30 കൽക്കരെ സെന്റ് ജോസഫ് പള്ളിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് സംസ്കാരം നടന്നത്. ഇന്നലെ സംസ്കാരം നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ബന്ധുക്കളടക്കമുള്ളവർ വിദേശത്ത് നിന്ന് എത്തേണ്ടതിനാൽ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. റോയിയുടെ അമ്മയും ഭാര്യയും മക്കളും അടുത്ത ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ നിറകണ്ണുകളോടെയാണ് റോയിക്ക് അന്ത്യയാത്ര നൽകിയത്. റോയി സ്വയം വെടിയുതിർത്ത് മരിച്ച കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിന് മുന്നിൽ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര അല്പനേരം നിർത്തിയിരുന്നു. കർണാടക ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി, നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, സംവിധായകൻ VK പ്രകാശ്, അവതാരകൻ മിഥുൻ രമേശ് ഉൾപ്പെടെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. അതേസമയം പോലീസ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു. ഹലസുരുവിലെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചായിരുന്നു മൊഴിയെടുത്തത്. കുടുംബാംഗങ്ങളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നാണ് വിവരം. CJ റോയിയുടെ പണമിടപാടുകളും പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. IT ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നിന്ന് അമ്മയെ ഫോൺ ചെയ്യാനെന്ന് പറഞ്ഞാണ് CJ റോയി മടങ്ങിയത്. അതുകൊണ്ട് തന്നെ മരണത്തിന് മുമ്പ് അമ്മയുമായി സംസാരിച്ചിരുന്നോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കും. സ്വയം വെടിയുതിർത്തത് സൈലൻസർ പിടിപ്പിച്ച തോക്കിൽ നിന്നുമാണ്. വെടിവെച്ച് പുറത്ത് കേട്ടില്ലെന്നും വിവരമുണ്ട്. വെടിയുണ്ട തറച്ചത് ഹൃദയത്തിനും ശ്വാസകോശത്തിനും ഇടയിലാണ്. ക്ലോസ് റേഞ്ചിൽ നിന്ന് വെടിയുതിർത്തു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കർണാടക സർക്കാർ DIG വംശീകൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. ജോയിന്റ് കമ്മീഷണറും 2 SP-മാരും സംഘത്തിലുണ്ട്. ഇതിനൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികളും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. പരിശോധനയ്ക്കിടെ സ്വയം വെടിയുതിർത്ത് മരിക്കാൻ തക്കതായ ഒന്നും ഓഫീസിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. റെയ്ഡിനെ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നതായും അതാണ് മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് സഹോദരൻ CJ ബാബുവും ആരോപിച്ചിരുന്നു. ആദായ നികുതി വകുപ്പിന്റെ മാനസിക പീഡനമാണെന്ന വാദങ്ങളെ തള്ളിക്കളയുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെ പുരോഗതി. മരണത്തിന് തൊട്ടു മുൻപ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസും വ്യക്തമാക്കുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കവും ഉണ്ടായിട്ടില്ല. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ്. അത്തരത്തിൽ റോയിയെ ഉടൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് തുടങ്ങിയ പരിശോധനകളിലും ചോദ്യം ചെയ്യലുകളിലും കൃത്യമായ മറുപടി നൽകിയിട്ടും റോയി എന്തുകൊണ്ട് ജീവനെടുക്കിയെന്ന് മലയാളി സമൂഹം ചോദിക്കുന്നു. കടന്നു വന്ന വഴികളിൽ അനുഭവിച്ചു തീർത്ത പരീക്ഷണങ്ങളെക്കാൾ കഠിനമായിരുന്നോ IT റെയ്ഡും ചോദ്യം ചെയ്യലുമെന്നും ചോദ്യമുയരുന്നു. റെയ്ഡ് നടക്കുന്നതിനിടെ തോക്ക് എങ്ങനെ കയ്യിൽ വന്നു? എന്തുകൊണ്ട് വെടിശബ്ദം സഹപ്രവർത്തകർ കേട്ടില്ല? റോയി തന്നെയാണോ വെടിവെച്ചത്? ആദായ നികുതി വകുപ്പ് കൈക്കൂലി ആവശ്യപ്പെട്ടോ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളും അവർ ഉയർത്തുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ CJ റോയിക്ക് മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. റോയിയുടെ 2019 ശേഷമുള്ള സാമ്പത്തിക ഇടപാടുകൾ സെൻട്രൽ എക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോയുടെ കർശന നിരീക്ഷണത്തിന് വിധേയമായിരുന്നു. റോയി അടക്കം 6 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരുടെ ഇടപാടുകളെക്കുറിച്ച് ബ്യൂറോ സമർപ്പിച്ച വിശദ റിപ്പോർട്ട് ഇക്കണോമിക് ഇന്റലിജൻസ് കൗൺസിലിന്റെ പരിഗണനയ്ക്കും വന്നു. തുടർ നടപടികളുടെ ഭാഗമായി ഇതിൽ 4 കമ്പനികളുടെ കണക്കുകൾ പരിശോധിക്കാനാണ് ആദായ നികുതി വകുപ്പിന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം ലഭിച്ചത്.